യാത്രകൾ തുടങ്ങുന്നു. കാശ്മീരിന്റെ ക്യാപിറ്റൽ ശ്രീനഗറിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് കാശ്മീരിന്റെ ഹൗസ് ബോട്ടുകൾ. ശ്രീനഗറിലെ പ്രശസ്തമായ ഡാൽ ലേക്കിലും നിഗിൻ ലേക്കിലുമായാണ് ഈ പരമ്പരാഗത കശ്മീരി ഹൗസ് ബോട്ടുകൾ കൂടുതലായി കാണുന്നത്. നമ്മുടെ നാട്ടിലെ ആലപ്പുഴയിലുള്ളതുപോലെ ഹൗസ് ബോട്ടുകൾ മൂവബിൾ അല്ല, ഒരു സ്ഥലത്ത് ഫിക്സഡ് ആണ്. മുഴുവൻ പണിയും മരത്തിലായതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല രീതിക്ക് തണുപ്പ് അനുഭവപ്പെടും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ കശ്മീരിലെ ഹൗസ് ബോട്ടുകൾ പ്രശസ്തമായി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വെള്ളത്തിൽ തന്നെ താമസിക്കാനുള്ള പ്രത്യേക രീതിയായി ഇത് വളർന്നു. പക്ഷേ ഇത് വെറും ഒരു ബോട്ടല്ല, ഒരു ചെറിയ ലക്സറി ഹോം പോലെ തന്നെയാണ് പല ഹൗസ് ബോട്ടുകളും. ബെഡ്റൂം, ലിവിംഗ് റൂം, ഡൈനിങ് ഏരിയ, ബാത്റൂം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഹൗസ് ബോട്ടിന്റെ ഉള്ളിലുണ്ടാകും. അകത്തേക്ക് കയറിയാൽ കശ്മീരിന്റെ പ്രശസ്തമായിട്ടുള്ള വാൽനട്ടിന്റെ മരപ്പണികളും കശ്മീരി കാർപ്പറ്റുകളും ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ കാണുന്നത് ഡാൽ ലേക്കും ചുറ്റും മഞ്ഞുമൂടിയ മലനിരകളും പിന്നെ ശിക്കാരകളുടെ സഞ്ചാരവും. അതുകൊണ്ട് തന്നെ കശ്മീരിലെ ഹൗസ് ബോട്ട് സ്റ്റേ ഒരു സ്റ്റേ മാത്രമല്ല, കശ്മീരിനെ അനുഭവിക്കുന്ന ഒരു യാത്രയാണ്. AC, non-AC, പ്രീമിയം, ഡെലക്സ് കാറ്റഗറി തുടങ്ങി 3000 മുതൽ 18,000 രൂപ വരെയാണ് ഒരു നൈറ്റിന് ചെലവ് വരിക. വിന്ററിലൊക്കെ ഹൗസ് ബോട്ട് എടുക്കാൻ പ്ലാൻ ഉള്ളവര് മിനിമം AC ഉള്ളതെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ തീരുമാനമാകും ബാക്കി നാളെ.